സാഹചര്യത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ, അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട്. ഒരു സന്ദേശം, നിന്റെ ശാപയാത്രയിൽ യേശു ഇടപെട്ടാൽ ആ യാത്ര വിജയത്തിന്റെ യാത്രയാകും. പാപത്തിന്റെ പരിഹാരത്തിന് ഒരു പുണ്യസ്ഥലം തേടി പോകണ്ട. ഇന്ന് രാത്രി രക്ഷകൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ജീസസ് വോയിസ് മിനിസ്ട്രിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടക്കാം. ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു മഹാത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ഒന്നുകൊണ്ടും നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിങ്ങളെ അടുത്തറിയുന്ന ഒരു നല്ല കർത്താവ് ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ചാരയെ നിൽപ്പുണ്ട്. ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്നു രാത്രിയിൽ അത്ഭുതങ്ങൾ ചെയ്യും. അത് നിങ്ങൾ വിശ്വസിക്കുക. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ബൈബിൾ പറയുന്നു അവൻ സമ്പന്നനായിരുന്നു. ഉറപ്പുണ്ട്? ഒരു ഹല്ലേലൂയ പറ. ഓ, അത് അത്ര ഉറപ്പ് പോരാ. നമ്മുടെ യേശു സമ്പന്നനത്രേ. നമ്മൾ ആരാധിക്കുന്ന രാജാവ് സമ്പന്നനത്രേ. ആമേൻ. പക്ഷെ അവൻ ദരിദ്രനായി ഭൂമിയിൽ വന്നു. എന്തിന്? അവൻ ദരിദ്രരായ നമ്മെ അവൻ സമ്പന്നനാക്കാനായി. നാം യേശുവിൽ ആയിരിക്കുന്ന കാലത്തോളം നാം ദരിദ്രരല്ല, നാം സമ്പന്നരത്രേ. നീ സമ്പന്നനെന്ന് വചനം പറയുമ്പോൾ ദാരിദ്ര്യം നിന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നീ ഇന്ന് പ്രാർത്ഥിക്കണം, ആ ദുരാത്മാവ് നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയേ പറ്റൂ. ഒരു സന്ദേശം വിളിച്ചു പറയാം. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മകൾ നിന്റെ തലമുറയ്ക്കകത്ത് വരാൻ പോകുകയാ. അത് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുക. കൈ തൊട്ടടത്തെല്ലാം വന്ന പരാജയത്തെ നോക്കിക്കൊണ്ട് നീ പ്രവചിച്ചു പറയണം, ഇന്നൊരു നന്മ വെളിപ്പെടാൻ പോകുകയാ. ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ നിന്റെ പേഴ്സിനകത്ത് 0 ആയിരിക്കും ബാലൻസ്. നിനക്ക് കടമായിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ സമ്പന്നനായ ദൈവമത്രേ, ഞാൻ സമ്പന്നനായ ദൈവമത്രേ. ഓ, ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം പറയുന്നു, ഞാൻ സമ്പന്നനത്രേ. അവൻ സമ്പന്നനായിരുന്നു, പക്ഷെ അവൻ ദരിദ്രനായി ഭൂമിയിൽ വന്നു. എന്തിന്? ദരിദ്രനായ നിന്നെ അവൻ സമ്പന്നനാക്കി മാറ്റുവാൻ. റോമാലേഖനം 10-ാം അധ്യായം 12-ാം വാക്യം. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകും. അവൻ സമ്പന്നനാകുന്നു. ചേർന്നൊരാമീ പറഞ്ഞാട്ട്. വിളിച്ചപേക്ഷിക്കുന്ന ഏവനും നൽകുവാൻ തക്കവണ്ണം അവൻ ദരിദ്രനല്ല, അവൻ സമ്പന്നനത്രേ. നിനക്കൊരാവശ്യമുണ്ടെങ്കിൽ നീ മനുഷ്യനോട് ചോദിക്കരുത്, ദൈവത്തോട് ചോദിക്കണം. ആമേൻ. കാരണം നീ ആരാധിക്കുന്ന ദൈവം സമ്പന്നനത്രേ. എത്ര പേർ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്? ഓ, കണ്ടോ, ഒത്തിരി കൈകൾ കാണുന്നു. ആമേൻ. സന്തോഷം കൊണ്ട് എൻ്റെ ഉള്ളം നിറയുക. ആവശ്യം വന്നാൽ ചോദിച്ചോണം. നോക്കിയാ, ഇവിടെ മുഴുവൻ നദിയാ. ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ പറയാ, 1 ഗ്ലാസ് വെള്ളം തരാമോ? ആ ചോദ്യത്തിന് സ്ഥാനമില്ല. ഇത് നദിയാ. ഇവിടെ എൻ്റെ ദൈവം സമ്പന്നനാ. ഇവിടെ നിന്നുകൊണ്ട് 5 രൂപ തരണേ എന്നുള്ള പ്രാർത്ഥനയില്ല. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കൊടുക്കുവാൻ അവൻ സമ്പന്നനത്രായ ദൈവമത്രേ. മുടങ്ങാതെ സഭായോഗത്തിൽ വരാൻ പറയുന്നത് എന്തിനാ? ഒറ്റ കാര്യത്തിനാ. വിളിച്ചപേക്ഷിച്ചാൽ അവൻ സമ്പത്ത് തരും. ഭൗതിക സമ്പത്ത് മാത്രമല്ല, സമ്പത്ത് എന്ന വാക്കിനെ വിഭജിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. പ്രൈസ് ഗോഡ്. ഇന്നൊരു ആത്മീക സമ്പത്തും ഇതിനകത്ത് ഇറങ്ങാൻ പോകുകയാ. നിനക്ക് ഇതുവരെ ഇല്ലാത്ത ദൈവകൃപ കർത്താവ് തരാൻ പോകുകയാ. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറ.
ശ്രദ്ധിക്കണം ബ്രദറെ, നിങ്ങൾ ഒന്നാമത് ദൈവത്തിന് സ്തോത്രം പണപരമായി സമ്പത്ത് അനുഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് വായിക്കാം ഒരു വാക്യം. ദൈവത്തിന് സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 12 verse 21. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. നിങ്ങൾ ദൈവ വിഷയമായി സമ്പന്നരാകണം. ചേർന്ന രാമീൻ പറഞ്ഞാട്ട് ബൈബിൾ എന്താ പറയുന്നത്? നിങ്ങൾ ആത്മീകമായി എന്തുണ്ടാകണം? സമ്പന്നരാകണം. ആമേൻ. ബ്രദർ, ഞാൻ യോഗത്തിന് വന്നത് കുറെ കൈയടിക്കുമ്പോൾ ഒരു 5 ലക്ഷം രൂപ കിട്ടും. ആമേൻ. അത് കിട്ടി എൻ്റെ കടമെല്ലാം തീരുമ്പം ഗ്ലോറി വിക്ടറി, ഞാൻ പിന്നെ യോഗത്തിന് വരത്തില്ല. ഇത് കർത്താവിന് അറിയാം. 5 കൊല്ലമല്ല 500 കൊല്ലം കൈയടിച്ച 1 രൂപ കർത്താവ് തരികയില്ല. ആമേൻ. മറിച്ച് നീ ദൈവ വിഷയമായി സമ്പന്നനായാനാ വന്നതെങ്കിൽ നന്മ നിന്റെ പുറകെ വന്നോളൂ. അവിടെ നമ്മുടെ മൂത്ത ഒരു അച്ചായനെ പറ്റി യേശു പറഞ്ഞിട്ടുണ്ട്. ആ അച്ചായനെ നമുക്കൊന്ന് വായിക്കാം. 16-ാമത്തെ വാക്യത്തിലാണ് അച്ചായൻ തുടങ്ങുന്നത്. ഒരു ഉപമയും അവനോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞു. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? നല്ല വിളവ് കണ്ടാൽ ചിലർക്ക് ആദ്യം കയറി എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ആമേൻ, ആമേൻ. സാധാരണ വിളവിനെക്കാട്ടി വലിയ വിളവുണ്ടായ പിന്നെ അന്തം വിട്ടാ നിൽക്കുന്ന എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു. വിളഞ്ഞതേ ഉള്ളു, പുള്ളി അപ്പം വെക്കാനുള്ള ഇടവില്ലെന്നുള്ളതായി ഇപ്പോഴത്തെ വിഷയം. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത്. അവൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, വിളഞ്ഞു കിടക്കുന്നേ ഉള്ളു. അവൻ അപ്പോഴെ മനക്കോട്ട കെട്ടുക, ഇത് ഞാൻ പൊളിക്കും, ആട്ടിച്ച് JCBക്ക് നിരത്തി പുതിയ വലിയ ഗോഡൌണ് പണിയും. ഇന്നത് കേട്ടോ. എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. അതിനകത്ത് ഞാൻ മൊത്തം കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ ഞാൻ പറയും, നിനക്കേറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഞാൻ എന്നോട് പറയും. എൻ്റെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും തിന്നാ തീരാത്തത് ഞാൻ സ്വരൂപിച്ചു വെച്ചിരിക്കുക. ആശ്വസിക്ക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇത് ഇവരോട് തന്നെ പറയുക. എന്നിട്ട് കേട്ടോ, ദൈവം അവനോട് ഇറങ്ങി വന്ന് പറയുന്ന ഒരു പദവാ, മൂഢ. ഈ വലിയ അച്ചായനെ ഈശോ വിളിച്ച പേരാ മൂഢ. ഈ രാത്രി നിന്റെ പ്രാണനെ നിനക്ക് പെർമനന്റ് വിസ അടിച്ചാൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് നീ കല്ലറ കടന്നുകൊണ്ട് പറയോ, അവിടെ ആ ബാങ്കിൽ FD 50 ലക്ഷം, ഈ ബാങ്കിൽ FD 50 ലക്ഷം, അപ്പുറത്ത് തോട്ടം ഇത്ര ഏക്കർ, അവിടെ കിടന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാ? ഈ രാത്രി ചോദിച്ചാൽ ഒരു പ്രയോജനം. എന്നിട്ട് താഴേട്ട് പറയുക, നീ സമ്പത്തിൽ സന്തോഷിക്കാതെ ദൈവ വിഷയമായി നീ സമ്പന്നനായി മാറണം. ബ്രദർ, ഒരു ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുക. നീ സമ്പന്നനാകണമെന്ന് പറഞ്ഞത് കോടീശ്വരനാകണമെന്നല്ല, നീ ദൈവ വിഷയമായി സമ്പന്നനാകണം. ആത്മീകമായൊരു സമ്പത്ത് നിനക്ക് വേണം. ചേർന്ന രാമീൻ പറഞ്ഞാട്ട് മോശയെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന അവൻ വലിയ ധനമെന്നെണ്ണി. ആരെങ്കിലും നിന്നെ കുറിച്ച് നിന്ദിച്ച ഉടനെ അയ്യോ ഞാൻ കർത്താവിനെ വിളിക്കാൻ ഇറങ്ങി അബദ്ധമായല്ലോ എന്ന് ചിന്തിക്കരുത്. നിന്ന വലിയ ധനമായി എണ്ണണം. ബൈബിൾ പറഞ്ഞു, നിന്നെ കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ നീ സന്തോഷിക്കണം. സ്വർഗത്തിൽ നിന്റെ പ്രതിഫലം ഭയങ്കരവാ. ചേർന്ന രാമീൻ പറഞ്ഞാട്ട് നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് സ്വർഗത്തിൽ നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്ന പ്രതിഫലം വളരെ വലുതാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവ വിഷയമായി സമ്പന്നരാകണം. പ്രൈസ് ഗോഡ്. അല്ലാത്ത പുള്ളിയുടെ അച്ചായൻ്റെ ഒരു ഗതികേട് കണ്ടോ? സ്തോത്രം. ആ പുള്ളിക്കാരന് നല്ലൊരു വിളവ് വന്നതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞ കളപ്പുര പൊളിക്കാൻ പോവുക, സ്തോത്രം, വേറെ പണിയാൻ പോവുക, മുഴുവൻ സാധനത്തെ കൂട്ടി വെച്ചിട്ട് ഞാൻ പറയാം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് എന്നോട് തന്നെ പറയും. എടാ, എന്തോ വന്നാൽ എന്താ, എത്ര നമ്മുടെ തലമുറയുടെ കാലത്ത് വരെ കിടക്കൂല്ലോ നന്മ. എവിടെ? ദൈവം വെളി നിർവിളി, മൂഢാ, ഇന്ന് രാത്രി നിന്നെ ഇവിടുന്ന് പൊക്കിയാൽ നീ ഒരുക്കിയത് ആരനുഭവിക്കും? രക്തത്താൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണേ, ഇവിടെ വെല്ലൊക്കെ വിതച്ചാൽ നീ ചെല്ലുന്ന രാജ്യത്തും ഒരു സമ്പന്ന നിനക്ക് കാണാം. ചേർന്ന രാമീൻ പറഞ്ഞാട്ട് ബൈബിൾ പറയുന്നു, വിളിച്ചപേക്ഷിക്കുന്നവന് അവൻ കൊടുക്കുന്നു. ആമേൻ. പക്ഷെ ആർക്കാ കൊടുക്കുന്നതെന്ന് പറഞ്ഞോളൂ. ഒന്ന് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ സദൃശ്യവാക്യം എടുത്ത്, സദൃശ്യവാക്യം
8-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്റെ കയ്യിൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തും. 7 മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ചാൽ കാണാത്ത സാധനം കർത്താവിന്റെ കയ്യിലുണ്ട്. ആമേൻ. എന്റെ കയ്യിൽ ധനമുണ്ട്, മാനമുണ്ട്, എന്റെ കയ്യിൽ മാനമുണ്ട്, പുരാതന സമ്പത്ത്, നീതിയുമുണ്ട്. അടുത്ത കേട്ടോ. എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും എന്റെ ആദായം മേത്രമായ വെള്ളിയിലും നല്ലത്. കേട്ടോണം. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും. കൈയടിച്ച് പാടുന്നവർക്ക് തരാവുന്നല്ല. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും. ഇന്ന് പ്രമാണം തീർക്കുവന്നു. രാമ്യം പറഞ്ഞില്ലല്ലോ. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും. സ്നേഹിച്ചാൽ നിനക്ക് വസ്തുവകകളും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. ഹല്ലേലൂയ. നിന്നെ ഭണ്ഡാരത്തെ കർത്താവ് നിറയ്ക്കുന്ന ദൈവമാ. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാ? ധനവും മാനവും പുരാതന സമ്പത്തുമുള്ള ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. എനിക്കറിയാം ഇന്ന് ചിലർക്കൊക്കെ നന്മ റിലീസാക്കുന്ന ഒരു പകലാ. ദൈവം പറയുക, കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം ഇന്ന് നിന്റെ മേലോട്ട് കർത്താവ് പകരാൻ പോകുകയാ. മതി എന്ന് പറയുവോളം ഉയരത്തിൽ നിന്ന് ചില അനുഗ്രഹത്തെ എന്റെ കർത്താവ് അയക്കാൻ പോകുകയാ. എത്ര പേർക്ക് അതിനെ റിസീവ് ചെയ്യാൻ കഴിയും? ഈ ദൂത് തീരുന്നതിന് മുമ്പ് നിന്റെ വീടിനകത്ത് ദൈവത്തിന്റെ നന്മകൾ ഇന്ന് പകൽ അതിനെ എൻജോയ് ചെയ്യുക. പരിശുദ്ധാത്മാവ് പറയുന്നതിനെ റിസീവ് ചെയ്തോ. തമ്പുരാന്റെ കലവറ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. നിനക്കെതിരെ നിന്ദിച്ചവർ, അപവാദം പറഞ്ഞവർ, അവരെ നോക്കി വിളിച്ചു പറ, ഞാൻ ആരാധിക്കുന്ന ദൈവം ധനവും മാനവും പുരാതന സമ്പത്തുമുള്ള ഒരു ദൈവമത്രേ. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവനത് കൊടുക്കുന്നു. ആർക്കവനത് കൊടുക്കുന്നു? തന്നെ സ്നേഹിക്കുന്നവർക്ക്. കർത്താവിനെ കയറി ഭയങ്കരമായിട്ട് സ്നേഹിക്കണം. ആമേൻ, ആമേൻ. പ്രാർത്ഥനാ മുറിയിലൊക്കെ ഇടയ്ക്ക് കയറി വെച്ച് ഇഞ്ഞിട്ടൊന്നേ പ്രാർത്ഥിച്ച് കയറി കെട്ടിപ്പിടിക്കണം. കർത്താവെ വിടത്തില്ല. നീ നോക്കണേ, ജ്ഞാനികളിൽ ഞാൻ ശലോമോൻ പറയുന്ന മറ്റൊരു ഭാഗം കൂടെ അതിനോട് ചേർന്നുണ്ട്. സദൃശവാക്യം 3-ാം അധ്യായം 16-ാം വാക്യം. അതിന്റെ വലങ്കയിൽ ദീർഘായുസും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. തമ്പുരാന്റെ കയ്യിൽ വലങ്കയിൽ ദീർഘായുസ് വേണോ? അവന്റെ വലം കയ്യിൽ ദീർഘായുസ്, ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുക. നിങ്ങൾ നോക്കിയ കർത്താവ് ഇങ്ങനെ വലം കയ്യിൽ ദീർഘായുസും ഇടം കൈ ധനവും മാനവും പിടിച്ചോണ്ട് ഇങ്ങനെ ഇറങ്ങുക യോഗത്തിനിടയ്ക്കോട്ട്. ഇങ്ങനെ വേണോ ഇങ്ങനെ ഉണ്ടോ? വേണോ ചോദിച്ചോണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. അത്രയും ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവന്റെ വലം കയ്യിൽ ദീർഘായുസ്. ഞാനിവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയാം, ആയുസ്സിനോട് പോരാടുന്ന അന്ധകാര ശക്തികൾ ഇന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. രക്തത്താൽ ജയം. നിന്റെ വീട്ടിൽ ശവപ്പെട്ടി വരുത്തുമെന്ന് പറയുന്ന മരണദൂതൻ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ ആരാധനയിൽ ഒഴിഞ്ഞു പോകട്ടെ. ചില ആത്മഹത്യയുടെ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്തു. ഇവിടെ നിന്നോണ്ട് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയാം, ഈ ദൂത് കേൾക്കുന്ന നിന്നോട് സന്ദേശം, ആയുസ്സിനോട് പോരാടുന്ന, രക്തത്താൽ നിന്റെ ആയുസ്സിനെതിരെ വൃത്തം വരച്ചിരിക്കുന്ന പൈശാചിക ദുഷ്ടശക്തികൾ ഇപ്പോൾ അഴിഞ്ഞു പോകുകയോ. ഇന്ന് നിന്റെ ആയുസ്സിന്മേൽ ദീർഘായുസ് വരാൻ പോവാ. ഒന്ന് കൈ കൊടുത്ത് പറ, അവന്റെ വലം കൈയിൽ ദീർഘായുസ് ഉണ്ടെന്ന് പറ. നിങ്ങൾക്കറിയാം, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒറ്റ ഒരെണ്ണം ജീവിച്ചിരിക്കത്തില്ലെന്ന് സകല മന്ത്രവാദികളും ആഭിചാരകന്മാരും വിധി എഴുതിയതാ. ഒരൊറ്റ 20 വയസ്സുകാരൻ്റെ പ്രാർത്ഥന വിധിയെ പൊട്ടിച്ചു. ഈ 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യം ഒന്ന് നിർത്തി വായിക്കണം. അതിന്റെ വലങ്കയിൽ ദീർഘായുസും
ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം. പിടിച്ചുകൊണ്ടാൽ അത് ജീവവൃക്ഷം. അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ പിളർന്നു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. മകനെ ജ്ഞാനവും വകതിരിവും കാത്തുകൊള്ളുക. വകതിരിവില്ലാത്തവരോടാ തോന്നുന്നു. വകതിരിവും കാത്തുകൊള്ളുക. അവൻ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകല്ല്. അവൻ നിനക്ക് ജീവനും നിന്റെ കഴുത്തിന് അലങ്കാരവുമായിരിക്കും. അങ്ങനെ നീ നിർഭയമായി വഴിയിൽ നടക്കും, നിന്റെ കാൽ ഇടറുകയില്ല. നിന്റെ കാൽ ഇടറത്തില്ല. നിന്നെ നിന്ദിച്ചവർ മുമ്പിൽ നിനക്കൊരു മാനം വരാൻ പോവാ. ചേർന്ന് രാമയും പറഞ്ഞാട്ടെ. അവൻ നിന്നെ ഒരു മാനപാത്രമാക്കി മാറ്റാൻ പോകുകയാ. നിനക്കെതിരെ അപവാദം പറഞ്ഞതിന് മുമ്പിൽ അവൻ നിന്നെ മാനപാത്രമാക്കാൻ പോകുകയാ. സദൃശ്യവാക്യം 22-4 താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. അപ്പൊ ധനവും മാനവും ജീവനും കിട്ടുന്ന ഒരു കാര്യമാണ് താഴ്മ. ഒന്ന് കൈ കൊടുത്ത് പറ, താഴ്മ ഉണ്ടാകണമെന്ന് പറ. ഞാൻ പിടിച്ച മൊയിലിന് 3. നിങ്ങൾക്ക് എന്താ ഉണ്ടാകണം? താഴ്മ. പേപ്പറിൽ എഴുതിക്കൊണ്ടുണ്ടെന്നാൽ ഒക്കത്തില്ല. ബൈബിളിൽ അത് കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒക്കത്തില്ല. അനുഭവത്തിൽ വരണം. താഴ്മയുണ്ടാകണം. ഈ താഴ്മയുണ്ടെങ്കിൽ അവൻ എന്തോ ഉണ്ട്? ഉയർച്ചയുണ്ട്. സ്വയം ഉയരാൻ ശ്രമിച്ചാൽ ആരും ഉയരത്തില്ല. തമ്പുരാൻ അത്രേ ഒരുവനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോട് ഇരുത്തുവാൻ അവൻ ശക്തനായ ദൈവം അത്രേ. ഇതുവരെ കാണാത്തൊരു അനുഗ്രഹം നിന്റെ കുടുംബത്തിൽ കർത്താവ് തരാൻ പോകുകയാ. ഇതുവരെ വെളിപ്പെടാത്തൊരു നന്മ നിന്റെ വീട്ടിൽ തരാൻ പോകുകയാ. നിനക്കത് വിശ്വസിക്കാമോ? ഇതുവരെ നടക്കാത്ത അത്ഭുതങ്ങൾ. എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ധനമുണ്ട്. കർത്താവിൻ്റെ കയ്യിൽ മാനമുണ്ട്. പുരാതന സമ്പത്തുണ്ട്. വീട്ടിൽ വരുന്നവർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിരിച്ചോണ്ട് ചെല്ലുമ്പോഴേക്കും എന്നാ പറ്റി പോയവരല്ലോ. അത് കർത്താവിൻ്റെ കയ്യിൽ ധനമുണ്ട്, കർത്താവിൻ്റെ കയ്യിൽ മാനമുണ്ട്. നീ എല്ലാം ഒന്ന് മാതി മറന്നേ. 2000 രൂപയുടെ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കാതെ കുനിഞ്ഞിരിക്കാതെ ആണുങ്ങളെ പോലെ ഒന്ന് നൂന്നിരുന്നേ. കർത്താവ് പറയുന്നത് അവൻ്റെ പുരാതന സമ്പത്തുണ്ടെന്നാ. മനസ്സറിയാത്ത കണ്ടിട്ടില്ലാത്ത ആരും അനുഭവിക്കാത്ത നന്മകൾ. നിങ്ങൾ ദൈവ വിഷയമായി സമ്പന്നർ ആകണം. വായിക്കാം യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടത്. നിങ്ങളെ അവൻ വിശ്വാസത്തിൽ സമ്പന്നർ. ചിലര് വിശ്വാസത്തിൽ ഭയങ്കര സമ്പന്നരാ. ആമേൻ. വിശ്വാസം പറയുന്ന കാര്യത്തിൽ ഒരു മിടുക്കലാ, പക്ഷെ പ്രവൃത്തിയിലില്ല. ആമേൻ. എന്ന് കൈ കൊടുത്ത വിശ്വാസത്തിൽ സമ്പന്നരാകണമെന്ന് പറഞ്ഞു. വിശ്വാസത്തിൽ സമ്പന്നരായ പ്രത്യേകത വിശ്വാസമുള്ള വാക്ക് പറയണം. ആമേൻ. വിശ്വാസത്തിൽ സമ്പന്നരാന്ന് അറിയുന്നത് എങ്ങനെ? വിശ്വാസമുള്ള വാക്ക് പറയണം. ഒരാളോട് പറയാം, ബ്രദർ ഭയങ്കര കടാ ബ്രദറെ, ഒന്നും പേടിക്കണ്ട ബ്രദറെ, ധനവും മാനവും പുരാതന സമ്പത്തും കർത്താവിൻ്റെ ഇരിക്കുകയല്ലേ, ബ്രദർ എന്തിനാ പേടിക്കുന്നത്? ഇനി ഞാൻ പ്രാർത്ഥിക്കും, അത്ഭുതം നടക്കും. നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരാകണം. അത് ദൈവം ആഗ്രഹിക്കുന്നു, അത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, അത് പുത്രനാം ദൈവം ആഗ്രഹിക്കുന്നു. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുക. നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരാകട്ടെ. ഓ ജീസസ്. ബ്രദർ വിശ്വസിച്ചാൽ മതി, മഹത്വം ഇറങ്ങും. ഇന്നിവിടെ ആയുസിനോട് പോരാടാൻ വരുന്ന പിശാച്, പോടാ പിശാച, വലം കൈയിൽ ദീർഘായുസ്, ഇടം കൈയിൽ ധനവും മാനവും, അതുമായിട്ട് 7 നിലവിളക്കുടെ നടുവിൽ കൂടെ നടക്കുന്നവൻ, തേജസ് വാരി ഉടുത്തോണ്ട് നിൽക്കുന്നവൻ, തത്വത്തിന്റെ മുദ്രയായവൻ, ധന്യനായ ഏക സകലവും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, അവൻ ഇതിന്റെ നടുവിലുണ്ട്. എവിടുന്നാ വരുന്നത്? ചിങ്ങവനത്തുനിന്ന് വരിക. എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായേ? ഒരു 7
മാസം മുമ്പേ ബ്രസ്റ്റിന് ഇങ്ങനെ ഒരു തടിപ്പ് പോലെ വന്നു, ഓപ്പറേഷൻ ചെയ്തു. 7 മാസം മുമ്പ് ഇവിടെ ഒരു ഓപ്പറേഷൻ നടന്നു. അത് കഴിഞ്ഞ് അധികം ഞാൻ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ലായിരുന്നു. പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല. അവര് 9 കീമോതെറാപ്പിയാ പറഞ്ഞ 9 കീമോ പറഞ്ഞു, പക്ഷെ എടുത്തില്ല. വിശ്വാസത്താൽ ഒന്നെടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നും എടുത്തില്ല. അപ്പൊ പിന്നെ ചെന്നപ്പോഴത്തേന് അവർ പറയുന്നു ഒന്നും എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ നോക്കുകയല്ലെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് ചെന്നപ്പോഴത്തേന് എനിക്ക് ഇവിടെ ഇതിങ്ങനെ വീർത്ത് വന്നപ്പോഴത്തേന് ഇവിടെ ഏതാണ്ട് ഭാരം പോലെ ഇരിക്കുന്ന പോലെ തോന്നി. ഇവിടെ ഒരു സാധനം വീർത്തു വന്നു. അപ്പൊ എനിക്ക് ചുമയും ഒരു ശ്വാസം മുട്ടലും വിമർശനമൊക്കെ ഉണ്ടായി. അപ്പൊ ഞാൻ പിന്നെ ആ ഡോക്ടറെ തന്നെ പോയി കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാഞ്ഞുകൊണ്ട് ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞു. ഏതായാലും വന്നതല്ലേ, അതുകൊണ്ട് നെഞ്ചിന്റെ എക്സ്റേയും വയറിന്റെ സ്കാനും ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇത് രണ്ടും ചെയ്തുകൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് വരെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നാളെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിരിക്കും. 1 വർഷത്തിന് മുമ്പേ നിങ്ങൾ ഇതെല്ലാം എടുത്ത് ഞങ്ങൾ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല എങ്കിൽ നിങ്ങൾ മരിച്ചു പോകും, നിങ്ങളുടെ ശരീരം മൊത്തം ഇത് വ്യാപിക്കും. അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച ഇഞ്ചക്ഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പ് കൂടി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആന്ന് ഡോക്ടറോട് പറഞ്ഞിട്ടും വീട്ടിൽ വന്നു. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല എന്ന് എൻ്റെ വീട്ടുകാരനോടും പിള്ളേരോടും പറഞ്ഞു. പിന്നെ പിള്ളേരുടെ ആ വഴക്കും അവരുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഒന്നെടുത്തു. എൻ്റെ മോനെ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നു. എൻ്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു 2 മാസത്തിൽ കൂടുതലായി ഇതിങ്ങനെ വീർത്ത് വന്നിട്ട് ഇവിടെ ഏതോ വലിയ ഭാരം എനിക്ക് ഇരിക്കുന്നു. ഇവിടെ വന്നപ്പോഴും ആ വീർപ്പുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അതുണ്ടായിരുന്നു, വീർപ്പും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിൻ്റെതായ അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഇവിടെ വലിയ ഭാരം ഇരിക്കുന്ന പോലെ ചുമയും വിമിഷ്ടമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കാണായിരുന്നു, ഇങ്ങനെ മുഴച്ചു വരുന്നതായിട്ട് എനിക്ക് കാണായിരുന്നു, നല്ലതായിട്ട് അറിയായിരുന്നു. ഇവിടെ ഏതോ അകത്തേതോ ഇങ്ങനെ ഉണ്ടെന്നുള്ളതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിന്, വർത്താനം പറഞ്ഞ് പാട്ട് പാടുന്നതിനൊന്നും എനിക്കൊരു അസ്വസ്ഥതയില്ല. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് മാറിപ്പോയി. എല്ലാ ക്യാൻസർ സെല്ലുകളെയും നിർവീര്യമാക്കുന്നവൻ അത്രേ കർത്താവ്. എനിക്കറിയായിരുന്നു ഈ അമ്മ സൗഖ്യമാകുമെന്ന്. കർത്താവിന്റെ കൈ ഈ അമ്മയുടെ മേൽ ഇറങ്ങുകയായിരുന്നു. ഇപ്പോൾ പിടിപ്പിക്കപ്പെട്ട നല്ല ആവശ്യം. കർത്താവ് പറയുന്നു, സിസ്റ്ററെ, നിങ്ങൾക്ക് ആ രോഗമില്ല, നിങ്ങൾ സൗഖ്യമായി. ഇനിയും കർത്താവ് പറയാ, നിങ്ങൾക്ക് 9-ൽ പരം വർഷം പൂർണ്ണ ആരോഗ്യത്തോടെ ഇനിയും ദീർഘായുസ് കിടക്കുക. ഇപ്പം നോക്കുമ്പം അതിലധികം നിങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുക. വചനം കേട്ടുകൊണ്ടിരുന്ന മക്കളെ കർത്താവിൻ്റെ കൈകളിലോട്ട് തരിക. യേശുവിൻ്റെ സ്നേഹത്താൽ അവരെ പൊതിയണമേ. അവരറിയാതെ അവരുടെ ജീവിതത്തെ ഇരുട്ടിലാക്കിയ എല്ലാ ശക്തികളെയും എൻ്റെ ദൈവം ഭേദിക്കണമേ. വെളിച്ചത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവേ, അങ്ങ് ഇറങ്ങി വരണമേ. ഇവരിലേക്ക് ആ വെളിച്ചം പ്രകാശിക്കണമേ. ഇരുട്ട് അവരുടെ ജീവിതത്തിൽ വിതച്ച എല്ലാ നഷ്ടവും വെളിച്ചം മടക്കിക്കൊണ്ടുവരണമേ. ഇരുട്ടവരുടെ ജീവിതത്തിൽ വരുത്തിയ എല്ലാ ബന്ധനങ്ങളും വെളിച്ചം ഇറങ്ങി ബന്ധനത്തെ അഴിക്കണമേ. പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഇവരിലേക്ക് വന്നിറങ്ങണമേ. ഇവരുടെ കുടുംബത്തിന് ശാപങ്ങൾ ഒഴിയട്ടെ, രോഗങ്ങൾ ഒഴിയട്ടെ, കെടുതികൾ ഒഴിയട്ടെ. ജീസസ്, ജീസസ്, ഞാൻ ആത്മാവിൽ കാണുക. ജീസസ്, ക്യാൻസർ ബാധിച്ച് ഇരുട്ടവരുടെ ജീവനെ കൊണ്ടുപോകുന്നു പറഞ്ഞ് വാദിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകും. തൈറോയിഡുകൾ അപ്രത്യക്ഷമാകും. നെയിം ഓഫ് ജീസസ്, നെയിം ഓഫ് ജീസസ്. ഞാൻ പ്രാർത്ഥനകൾ കാണുന്നു. ഒരു റോസ് നൈറ്റ് ഇട്ട ഒരു സിസ്റ്റർ ഇപ്പോൾ തന്നെ അവിടെ തൊണ്ടയിൽ നിന്ന് തൈറോയിഡ് അപ്രത്യക്ഷമാകും. ഞാൻ കാണുന്നു രമേശ് എന്നൊരു ബ്രദർ, അദ്ദേഹം കിഡ്നി ഡയാലിസിസ് ചെയ്യുന്നയാളാ. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കിഡ്നി ഹീലാകുന്നു. ജീസസ്, യേശുവിന്റെ നാമത്തിൽ വെളിച്ചം കുടുംബങ്ങളിലേക്ക് കയറട്ടെ. വെളിച്ചം വ്യക്തികളുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളിൽ കർത്താവ് ചെയ്ത വലിയ പ്രവൃത്തികൾ, അതിനെക്കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ ഞങ്ങളെ അറിയിക്കണം. ടെലിഫോണിൽ, ഇമെയിലിൽ, ലെറ്ററിൽ ഞങ്ങളെ വിവരം അറിയിക്കുക. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയം കോടിമാതാ പാലത്തിനടുക്കുള്ള ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നമുക്ക് ഒന്നിച്ച് കാണാം. കോഴഞ്ചേരിയിൽ
കോളേജ് റോഡിൽ നെടുവേലി ബിൽഡിംഗിൽ ഞായറാഴ്ച രാത്രിയിൽ 6 മണി തൊട്ട് ശുശ്രൂഷയുണ്ട്. കടന്നു വരാം, അനുഗ്രഹിക്കപ്പെടാം. ഇതേ സമയം നമ്മൾ കൂടിക്കാണും വരെ യഹോവ ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്.